അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കോപ്പൈലറ്റിൽ പുതിയ കിട്ടില്ല മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഫീച്ചേഴ്സ് നിങ്ങൾ ജെമിനയിൽ കണ്ട ഫീച്ചർ തന്നെയാണ്, വലിയ ഇതൊന്നുമില്ല. ബട്ട് കോപ്പൈലറ്റ് അതിനെ കുറച്ചും കൂടി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കും അതിൻ്റേതായ ഒരു എൻഹാൻസ്മെൻറ്റ് കൊടുത്തിന്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ യൂസിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ജെമിനൈ തന്നെയാണ് ബെറ്റർ. അത് ഞാൻ ഉള്ള കാര്യം. കാരണം ഇത് റെസ്പോൺസ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട്. പക്ഷേ ഫീച്ചേഴ്സിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പം പറയുന്ന പോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഒട്ടുമില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ അത് കമൻറ്റിൽ ചോദിക്കുക. ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് എപ്പോൾ ആയാലും ഞാൻ തിരിച്ചു തരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡൗൺലോഡ്സ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടില്ല എന്ന് കണ്ടവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ റീജിയൻ ഒന്ന് ചേഞ്ച് ആക്കുക. ആ റീജിയൻ ചേഞ്ച് ആക്കിയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ ഇന്ത്യയോ യുണൈറ്റഡ് കിങ്ഡം സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഇന്ത്യ ഇതാക്കി ഇത് രണ്ടാണ് നല്ലത്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സ്റ്റോർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ കാണിക്കും. അത് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കോപ്പൈലറ്റ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ആകുന്ന കാണാൻ പറ്റും. ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾ കോപ്പൈലറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റുക. ഇതിൻ്റെ അകത്ത് ഇവിടെ നിങ്ങൾക്ക് ഇതാണ് ആ ഫീച്ചർ, കോപ്പൈലറ്റിൻ്റെ വിഷൻ എന്നാണ് ഇതിനെ കോപ്പൈലറ്റ് വിളിക്കുന്നത്. സ്ക്രീൻ ഷെയർ, നമ്മൾ ജെമിനയിൽ കണ്ട സ്ക്രീൻ ഷെയർ ആണ് സംഭവം. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്കിപ്പോൾ എൻ്റെ സ്ക്രീന് ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജെമിനയിൽ എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റും. ആ ഫീച്ചർ വരുന്നുണ്ട്, അടുത്ത അപ്ഡേറ്റിൽ കാണുന്നതാണ് മൈക്രോസോഫ്റ്റ് പറഞ്ഞത്. പോരാതെ എന്ന് പറയുക കോപ്പൈലറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് എല്ലാം കാണുന്നത്. അപ്പോൾ പ്രൊഡക്ട്സ് ഈ വിഷന് ഈ കോപ്പൈലറ്റ് ആക്ഷൻ കൊടുത്ത് അത് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് തരും. പിന്നെ നിങ്ങളെ PC സപ്പോർട്ട് ചെയ്തെങ്കിൽ വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട് റീകോൾ എയിൽ വരുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, റീകോൾ എയിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ആ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെസ്പോൺസ് ആണ് കേട്ടോ. കോപ്പൈലറ്റ്. Hey CM, I see you got Microsoft Edge open. What's on your... കണ്ടില്ലേ, സംഭവം ഓക്കെയാണ്. പക്ഷെ ചില സമയം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, റെസ്പോൺസ് അത് പോരാ. നമ്മൾ പറയുന്നതൊന്നല്ല തിരിച്ച് നമുക്ക് റെസ്പോൺസ് തരുന്നത്. അത് നിങ്ങൾ ഓർമ്മിക്കണം, അതൊരു ബഗ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ കോപ്പൈലറ്റ് ഓപ്പൺ അതിൻ്റെ അകത്ത് നമ്മൾ ടാബ് സെലക്ട് ചെയ്തിട്ട് ഈ സാധനം നമ്മൾ എന്നാണ് വെബ് പേജ് കാണുന്നത് അതിനിപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുത്താൽ അത് സംഭവമാക്കി തരും. പക്ഷെ അത് നേരെ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. Hey CM. അത് ഞാൻ പറയുന്നില്ല, അപ്പോൾ വീഡിയോയിലായതുകൊണ്ട് ഞാൻ പറയാതെ. അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യുന്നു. നമ്മൾ ഇതിൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കോപ്പൈലറ്റിൻ്റെ ഇതിലാണ് ചില സമയമാണ്, എല്ലാ സമയമൊന്നുമില്ല, ചില സമയം ഒരു ബഗ് ഉണ്ട്. അത് അടുത്ത അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്യുമെന്ന് തന്നെ തോന്നുന്നു. കാരണം അടുത്ത അപ്ഡേറ്റിൽ ആക്ഷൻ ഫീച്ചർ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫീച്ചർ വന്നാൽ അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നമ്മളെ PC സപ്പോൾ ആണെങ്കിൽ 48 ടോപ്സിന് മുകളിലുള്ളതാണെങ്കിൽ എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സ് AIൻ്റെ ഉണ്ട്. അതും കൂടി നിങ്ങൾക്ക് സപ്പോർട്ടഡ് ആയിരിക്കും. ഇനി അത് ഏതെല്ലാം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇത് തന്നെയാണ്, വേറെ ഇല്ലാത്തില്ല. പിന്നെ ഇത് സെറ്റിങ്സിലേക്ക് വരുന്ന സമയം ഞാൻ വേണം ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. സെറ്റിങ്സിലേക്ക് വരുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഓട്ടോ ലോഗിൻ ആ ഓപ്ഷൻ ഓൾറെഡി ഉണ്ട്. പിന്നെ ഫയൽ സെർച്ച് അതിനിടയ്ക്ക് വന്നതാണ്. പിന്നെ വോയിസിൻ്റെ കാര്യം അത് ഞാൻ പറയാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ വേവ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയതുണ്ട്, റെയിൻ.
ഇതെല്ലാം പുതിയതാണ്. അങ്ങനെ 3 വന്നിട്ടുണ്ട്. പിന്നെ ക്വിക്ക് വ്യൂ, അത് ക്വിക്ക് വ്യൂ മാറിപ്പോയി. നിങ്ങൾ ഓൾട്ട് ക്ലിപ്പേഴ്സ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇതൊരു ഷോർട്ട് കട്ട് കീ ആയി മാറും. അതുകൊണ്ട് വീണ്ടും അതേപോലെ ആക്കിയാൽ അത് ക്ലോസ് ആയിട്ട് പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഗുഡ് തന്നെയാണ്. തണുപ്പ് പിടിച്ചിരുന്നത് അതുകൊണ്ടാണ്. സോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഈ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ടേൺ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ അത്ര തന്നെ. നമുക്ക് അടുത്ത വീഡിയോ കിട്ടിലും ടോപ്പിക്കായിട്ട് വരാം. ഇത് ജസ്റ്റ് ഞാനൊന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് പറയുന്നില്ല. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാം. അപ്പോൾ സീ യു ഗൈസ്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.